മേലെ ഞാൻ ഇപ്പൊ ഇടാൻ പോകുന്ന വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. അതിനുശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ അടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എന്റെ ഒരു മോഹമാണ്. ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണാട്ട് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങും. ഷേക്കിംഗ് നോമഡ് അഥവാ മാഹീൻ പ്രായം കൊണ്ട് നമ്മൾ കനിയനായിട്ട് വരും. പക്ഷേ ജീവിതം കൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസും ഒക്കെയുള്ള ഒരു പയ്യനാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല റീച്ചും ഉണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ ആരും അറിയില്ല. പക്ഷെ എന്നാലും ആ ഒരു സംഭവത്തെ കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇതിൽ അവൻ മാത്രം പ്രതികരിച്ചുകൊണ്ട് കാര്യമില്ല. ഒരു ചേച്ചി, ഒരു മലയാള ചേച്ചിയാണ് ഷേക്കിംഗ് നോമേഡിനെ ഇസ്രായേലിൽ അതും ജെറുസലേമിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അടിച്ചവന്റെ മോന്ത പൊളിക്കുമെന്ന് വളരെ വെറുപ്പും മറുപ്പോടും കൂടി സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കണ്ട്. അപ്പൊ അത് ഷേക്കിംഗ് നോമേഡ് കണ്ടിട്ട് അത് കണ്ടതിന് ശേഷം അവൻ എന്താക്കിയിട്ടുണ്ടായിരുന്നു, തിരിച്ച് അവിടെ വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത്യാവശ്യം വൈറലായിട്ടുണ്ടത്. ആ ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ചേച്ചി എത്രത്തോളം മറുപ്പും വെറുപ്പോടും കൂടിയാണ് സംസാരിക്കുന്നതെന്ന് ആ ചേച്ചിയുടെ സംസാരത്തിൽ തന്നെ അറിയാം. നമ്മൾ മലയാളികളെ ഇത്രത്തോളം അധപ്പതിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അധപ്പതിച്ചു പോയോ എന്നൊക്കെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ തോന്നി. അല്ലെ മാഹീൻ എന്ത് ചെയ്തിട്ടാ, അല്ലെങ്കിൽ എന്ത് ചെയ്തോ ഒന്നുമില്ല, ചുമ്മാ ചേച്ചിക്ക് ഓരോന്നങ്ങ് തോന്നുക, ചേച്ചി അങ്ങ് പറയുക. എത്രത്തോളം വിഷമാണ് ആ സാധനം എന്ന് നമുക്ക് ആ ചേച്ചിയുടെ ആ വർത്താനത്തിൽ നിന്ന് അറിയാം. ചേച്ചിയൊന്നും വിളിക്കേണ്ട ആവശ്യം തന്നെയില്ല. ആ ഒരു വൃത്തികെട്ട കിളവി എന്ന രീതിയിൽ തന്നെ സംസാരിക്കേണ്ടി വരും. നമ്മളൊക്കെ മലയാളികളല്ലേ, മലയാളികളുടെ സംസ്കാരം ഇതെല്ലാം എവിടെ പോയി? ചേച്ചിയുടെ സംസാരവും കാര്യങ്ങളും കേട്ടായിരിക്കും ഇസ്രായേലി പൗരത്വം കിട്ടിയ ഒരു ഇസ്രായേലി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ സംസാരിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യുന്ന രാജ്യത്തോട് ഒരു ചെറിയ സ്നേഹവും ഒരു കൂറൊക്കെ നല്ലത് തന്നെയാണ്, ഇല്ലാന്നും പറയുന്നില്ല. പക്ഷേ ചേച്ചി മറ്റൊരാളെ ഇവിടെ മോന്തടിച്ച് പൊളിക്കണം എന്നൊക്കെ പറയുന്നത് അത് വളരെ കടന്നുപോയി. ചേച്ചിയല്ല, സോറി, ആ കിളവി എന്ന് തന്നെ പറയണം. എന്തൊക്കെയായാലും മാഹീൻ തിരിച്ചു വന്ന് അവിടെ ചേച്ചിക്ക് വേണ്ടി കാത്തി നിൽക്കുന്നുണ്ട്. ചേച്ചി ചെല്ലുക, അവന്റെ മോന്തടിച്ച് പൊളിക്കുക. പിന്നെ മാഹീൻ ഇതൊന്നും വലിയ വിഷയവും കാര്യങ്ങളൊന്നുമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാട്ടറബികളുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ. അതുകൊണ്ട് തന്നെ അവൻ ഇതൊന്നും ഒരു വലിയ വിഷയവും കാര്യങ്ങളൊന്നുമല്ല. ഒരു ലാലേട്ടൻ മണ്ണ് പറഞ്ഞതുപോലെ ഒരു പൂ പറയ്ക്കുന്ന ലാഘവത്തോടുകൂടി എന്ന രീതിക്ക് തന്നെ അവൻ ഇതൊക്കെ ഉള്ളൂ. കാരണം അത്രയ്ക്ക് അനുഭവങ്ങളും ഇതൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് ഈ മാഹീൻ എന്ന് പറയുന്നത്. അതുപോലെ മാഹീൻ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും നമ്മളും കൊടുക്കുന്നു. പിന്നെ നമ്മൾ മലയാളികളല്ലേ, മലയാളികൾ എപ്പോഴും ഒറ്റക്കെട്ടല്ലേ. പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ടാവും സഹായം ചെയ്യുക, സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് കൊടുക്കുക. ആ രീതിക്കല്ലേ മലയാളികൾ ഇത്രയും കാലം പോയതും ഒക്കെ. പിന്നെ എന്താണ് ഇങ്ങനെ ചില സാധനങ്ങൾ എന്നാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അറുപ്പും വെറുപ്പും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയവും എന്തെന്നാ ഇത്? ഇതൊന്നും നമുക്ക് വേണ്ട, നമുക്ക് പറ്റിയതല്ല ഇതൊന്നും. അതാണ് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.